ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ജനുവരി മാസം 31-ാം തീയതിയും ഫെബ്രുവരി മാസം 1-ാം തീയതിയും എങ്ങനെയാണ് അടയാളപ്പെടുത്തപ്പെടുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യൻ മതനിരപേക്ഷതയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചരിത്രത്തിലൂടെ കടന്നു വന്ന ഇന്ത്യയിലെ ബഹുസ്വരതയെ സംബന്ധിച്ചിടത്തോളം, ആ ദിവസങ്ങൾക്ക് നടുവിലെ രാത്രി ഏറെ പ്രധാനപ്പെട്ടൊരു ചരിത്രസന്ധിയാണ് എന്ന വസ്തുതയുടെ വെളിച്ചത്തിലാണ് ഇത്തരമൊരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത്. യൗമ സാഹിബിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അദ്ദേഹം നമ്മുടെ മുന്നിൽ അവശേഷിപ്പിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട, വിശദീകരിക്കേണ്ട ഒരു സദസ്സല്ല എൻ്റെ മുന്നിലുള്ളത്. പക്ഷേ സൂചിപ്പിക്കാനുള്ളത്, അഹ്മദ് സാഹിബിൻ്റെ ജീവിതത്തിലെ പ്രതീകം അത് അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് നാം മുസ്ലിം ലീഗ് പ്രവർത്തകരാകുന്നതും KMCCയുടെ പ്രവർത്തകരാകുന്നതുമല്ല. ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യ വിഭജനത്തിൻ്റെ പ്രയാസകരമായ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തീരുമാനത്തിനോടനുബന്ധിച്ചുണ്ടായ ഇന്ത്യയിലെ മുസ്ലിം മതന്യൂനപക്ഷത്തിൻ്റെ ജനാധിപത്യ കൂട്ടായ്മ, അതായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലുള്ള രാഷ്ട്രീയ ഏകകം മുസ്ലിങ്ങൾക്ക് ആത്മഹത്യാപരമാണ്, മുസ്ലിങ്ങൾക്ക് അപകടകരമാണ് എന്നൊരു വാദം ദേശീയ പ്രസ്ഥാനത്തിലുള്ള മുസ്ലിങ്ങളുടെ ഇടത്തിൽ നിന്നുണ്ടായത്. അതുമാത്രമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരേ ഒരു പരിഹാരമെന്ന ആശയം ഖായിദെ മില്ലത്തിൻ്റെയും നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയും പക്ഷത്തിൽ നിന്നുണ്ടായത്. അവിടെ ഒരു പ്രതീകമായി തീർന്നത് എന്ന് ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എന്നത് വളരെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. 10, 12, 15% വരുന്ന ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷം
ആ ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധിയായി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ലയിച്ചു ചേരാതെ ആ ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധിയായി തന്നെ ഇന്ത്യയിൽ എത്താൻ കഴിയുന്ന സ്ഥാനങ്ങളുടെ അത്യുന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നതാണ് ഈ അഹമ്മദ് സാഹിബിൻ്റെ ജീവിതത്തിൻ്റെ പ്രതീകം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയുടെ പ്രതിനിധിയായി യുണൈറ്റഡ് നേഷൻസിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയുക ഒരു തവണയല്ല, 11 തവണ. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു മുസ്ലിം അല്ല, ഒരു മുസ്ലിം ലീഗുകാരൻ, മുസ്ലിങ്ങളുടെ പ്രതിനിധി, അയാൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി സംസാരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുക. ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൽ, ഇന്ത്യ മൊത്തത്തിലെടുത്താൽ ഒരു ചിഹ്നമുള്ള രാഷ്ട്രീയ കക്ഷി പോലും അല്ലാത്ത മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുക. ഇത് ഖായിദെ മില്ലത്തും KMCD സാഹിബും കണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം. ഇന്ത്യയിലൊരു മുസ്ലിമിന് ജനാധിപത്യ ക്രമത്തെ, മതനിരപേക്ഷതയെ, വോട്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അസ്തിത്വ സംരക്ഷണത്തിന്, അതോടൊപ്പം തന്നെ സ്വന്തമായ ഒരു സമുദായം എന്നുള്ള നിലക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് എങ്ങനെയൊക്കെയായിത്തീരാം, എത്രയൊക്കെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് വലിയ അറിവ് നൽകുന്നു അത് എന്നതുകൊണ്ട്. കേവലം അഹമ്മദ് സാഹിബ് എന്നൊരു വ്യക്തിയോട് കാണിച്ച അനാദരവോ, ആ വ്യക്തിയോട് കാണിച്ച ഒരു പീഡയോ, അതല്ലെങ്കിൽ കേവലമായ ഒരു ബജറ്റ് സമ്മേളനം നടക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഗൂഢാലോചനയോ മാത്രമായി മരണത്തോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളെ ചെറുതായി കാണുന്നതിലേക്ക് നമ്മൾ പോയിക്കൂടാ. അത് മറ്റൊരു പ്രതീകമാവുകയാണ്. ആ പ്രതീകം ഒന്നാമത് നമ്മൾ അറിയേണ്ടത് ഫാഷിസത്തിന് ലക്ഷ്യങ്ങളെയുള്ളൂ, മാർഗങ്ങളില്ല എന്ന കാര്യമാണ്. ഇവിടെ തങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിന് ഏതാണ് മാർഗം എന്നത് അവരുടെ പ്രശ്നമല്ല. ഏത് നീചമായ നികൃഷ്ടമായ മാർഗവും ഉപയോഗപ്പെടുത്താൻ അവർ സന്നദ്ധമാകും എന്നതിനുള്ള ജീവിക്കുന്ന തെളിവാണ് നമ്മൾ ഫെബ്രുവരി മാസം 1-ാം തീയതി പാതിരാത്രി നമ്മൾ കണ്ടത്, അനുഭവിച്ചത്. അതാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം. സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ, ആ പ്രശ്നപരിഹാരത്തിന് ഏത് നികൃഷ്ടമായ മാർഗവും ഉപയോഗപ്പെടുത്തുക. ഇത് കേവലം ഒരു മോഡിയുടെ പ്രശ്നമോ ഒരു RSSൻ്റെ പ്രശ്നമോ അല്ല. മറിച്ച് ഫാഷിസം എന്നത് ഒരു പ്രത്യയശാസ്ത്രമാകുമ്പോൾ ആ പ്രത്യയശാസ്ത്രം സൃഷ്ടിക്കുന്ന മാനസിക നിലയുടെ പ്രശ്നമാണ്. ആ മാനസിക നിലയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അവരുപയോഗിക്കുന്ന മാർഗങ്ങൾ എത്രത്തോളം നികൃഷ്ടമാവും നീചവുമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ മാർഗങ്ങളെ തിരിച്ചറിയാനും അതിനെ പ്രതിരോധം തീർക്കുവാനും നമുക്ക് സാധിക്കുക.
1925 വിജയദശമി ദിനത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന പ്രസ്ഥാനമുണ്ടാകുന്നത് ഡോക്ടർ ഹെഗ്ഡേവാറിൻ്റെ നേതൃത്വത്തിൽ. അതിൻ്റെ രണ്ടാമത്തെ സർസംഘചാലക് RSSന്റെ എക്കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ബുദ്ധിജീവിയായി അറിയപ്പെടുന്ന ഗുരുജി ഗോൾവാൾക്കർ എന്ന് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ ആളുകൾ വിളിക്കുന്ന മാധവ് സിംഗ് സദാശിവ ഗോൾവാൾക്കർ, അദ്ദേഹത്തിൻ്റെ രചനകളും പ്രസംഗങ്ങളുമാണ് ആദ്യ കാലഘട്ടത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ പ്രത്യയശാസ്ത്രം നമ്മൾ കാണുക പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളിലാണ്. ഒന്ന് ഗോൾവാൾക്കറുടെ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകം, രണ്ടാമത്തേത് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന ഗ്രന്ഥം. ഗോൾവാൾക്കർ ലോകത്തോട് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതിയവയാണ് ഈ 2 പുസ്തകങ്ങൾ. അതിൽ തന്നെ ഒന്നാമത്തെ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുറന്നു പറച്ചിലും പ്രവർത്തകരോടുള്ള സംസാരവും, രണ്ടാമത്തേത് ആ സംസാരം സമൂഹത്തോട് പറയണമെന്നതുമാണ്. എന്തിനു വേണ്ടി ഈ സംഘമുണ്ടാക്കി എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി ഇദ്ദേഹം ഗോൾവാൾക്കർ തൻ്റെ ഒരു പാതിരാ പ്രസംഗത്തിൽ പറയുന്നതായി ബിപിൻ ചന്ദ്ര അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ദിസ് സംഘ് ഹാഡ് ബീൻ സ്റ്റാർട്ടഡ് not only for combating Muslim aggression but for extirpating that disease. ഈ സംഘം ആരംഭിച്ചത് മുസ്ലിങ്ങളുടെ അതിക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ആ അസുഖത്തെ, ആ ഡിസീസിനെ വേരോടുകൂടി പിഴുതുകറിയുവാൻ വേണ്ടിയാണ്. എക്സ്റ്റിർപേറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ഡിക്ഷണറിയിൽ പരിശോധിച്ചാൽ മതി. മുസ്ലിങ്ങളെ ഒരു രോഗമായി കാണുകയും അതിനെ വേരോടുകൂടി അതിൻ്റെ ഒരു ലക്ഷണവുമില്ലാത്ത രൂപത്തിൽ പൂർണ്ണമായും പിഴുതെടുത്ത് നശിപ്പിച്ച് കളയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുണ്ട്. ആ സംഘമാണ് ഘട്ടങ്ങളായി ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരുന്നത്. നമ്മൾ അറിയേണ്ട ഒരു സത്യം, മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചും മുസ്ലിങ്ങളെ ശത്രുക്കളാക്കിയും പക്ഷത്ത് നിർത്തിയും മുസ്ലിങ്ങളെ ഭീകരന്മാരായും ഭീകരവൽക്കരിച്ചും കൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ മനസ്സിൽ ഇടം നേടുവാൻ വേണ്ടിയാണ് അവർ എക്കാലഘട്ടത്തിലും ശ്രമിച്ചു പോന്നിട്ടുള്ളത് എന്ന വസ്തുതയാണ്. ഫാഷിസത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള, അതിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രത്തെക്കുറിച്ച്, മാസ് സൈക്കോളജിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പ്രഗത്ഭരായ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് വില്യം റീ. അത് ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന ഫാഷിസ്റ്റ് തലച്ചോറിനെ കുറിച്ച്, എങ്ങനെയാണത് വളരുക എന്നതിനെക്കുറിച്ച്, അതിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം, എങ്ങനെയാണ് ഒരു ആൾക്കൂട്ടത്തിൽ, ഒരു സമൂഹത്തിൽ ഫാഷിസ്റ്റ് ചിന്ത സമർത്ഥമായി വളർത്തിയെടുക്കുക എന്ന് വിൽഹം റീ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധമായ ദ മാസ് സൈക്കോളജി ഓഫ് ഫാഷിസം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. രണ്ടായിട്ടാണ് ഫാഷിസത്തെ അവർ തിരിക്കുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ഫാഷിസമാണ്, രാഷ്ട്രീയ ഫാഷിസം. രണ്ടാമത്തേത് സാംസ്കാരിക ഫാഷിസമാണ്, കൾച്ചറൽ ഫാഷിസം.
പൊളിറ്റിക്കൽ ഫാഷിസം സാധാരണക്കാരുടെ ഹൃദയങ്ങളെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ പ്രതിനിധിയായി രാഷ്ട്രത്തിൻ്റെ ഭരണത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നു. വോട്ടിങ്ങിലൂടെയും ജനാധിപത്യത്തിലൂടെയുമുള്ള ഫാഷിസത്തിന് കടന്നു വരുവാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് പൊളിറ്റിക്കൽ ഫാഷിസം എന്നർത്ഥം. രണ്ടാമത്തേത് കൾച്ചറൽ ഫാഷിസമാണ്. കൾച്ചറൽ ഫാഷിസം സമൂഹത്തിലെ ക്രീമിൻ്റെ, ബുദ്ധിജീവികളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ തലച്ചോറിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അതുവഴി അവരുദ്ദേശിക്കുന്ന ഒരു സാമൂഹ്യ ക്രമം സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇത് രണ്ടും രണ്ടാണ്. ഈ രണ്ട് തലങ്ങളിലും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ആളുകൾ 925 നാഗ്പൂരിലുണ്ടായ ഏകദേശം ഉടനെ തന്നെ കേരളത്തിലും ഇതിൻ്റെ ശാഖയുണ്ടായി എങ്കിലും ആ ശാഖ വളർന്ന് വികസിച്ചു വന്നുവെങ്കിലും പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് നമുക്കറിയാവുന്നതുപോലെ പൊളിറ്റിക്കൽ ഫാഷിസമോ കൾച്ചറൽ ഫാഷിസമോ കടന്നു പോയിട്ടില്ല. കേരളത്തിൽ നിലനിന്ന, ചരിത്രപരമായി തന്നെ നിലനിന്ന് പോന്നിട്ടുള്ള, കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി അതിൻ്റെ നൂലിഴകളെ നശിക്കാത്ത രൂപത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമെല്ലാം സംരക്ഷിച്ചു പോന്നിട്ടുള്ള ബഹുസ്വരതയുടെ സംസ്കാരമുണ്ട്. അത് ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്ന കാലഘട്ടം മുതൽ സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുള്ളതാണ്. ആ ബഹുസ്വരതയുടെ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിൻ്റെ സമൂഹത്തിലേക്ക് ജനാധിപത്യത്തിൻ്റെ സകലവിധ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും പൊളിറ്റിക്കൽ ഫാഷിസത്തിനോ കൾച്ചറൽ ഫാഷിസത്തിനോ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ തലച്ചോറിലേക്കോ ഹൃദയത്തിലേക്കോ കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ഈ അവകാശ സംരക്ഷണം കൃത്യമായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും നിലനിന്നു പോന്ന യുടെയും മതനിരപേക്ഷതയുടെയും നൂലിഴകളെ നശിപ്പിക്കാതെയുമായിരുന്നു എന്നതുകൊണ്ടാണ്. അതിന് കാരണം പച്ചയായി പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയണം. കാരണം ലീഗ് ഉപയോഗിച്ചത്, ആയുധമായി ഉപയോഗിച്ചത് RDXോ ബോംബോ ആയുധങ്ങളോ അല്ല, മറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾക്ക് നേടിയെടുക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചത് എന്നതുകൊണ്ട്, കൃത്യമായ നിയതമായ മാർഗങ്ങളിലൂടെയാണ് അത് നേടിയെടുക്കാൻ ശ്രമിച്ചത് എന്നതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ ഫാഷിസ്റ്റ് ശക്തികൾക്ക് കേരളത്തിൽ മുസ്ലിം ലീഗുള്ള സ്ഥലങ്ങളിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ കലാപങ്ങളിലൂടെയും ധ്രുവീകരണങ്ങൾ സൃഷ്ടിച്ചും വളരെ സമർത്ഥമായി ഫാഷിസം 2 രൂപങ്ങളിലും വളരുകയായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കേരളത്തിൻ്റെ ചിത്രവും മാറുകയായിരുന്നു. വളരെ സമർത്ഥമായി കേരളത്തിലെ പൊളിറ്റിക്കൽ ഫാഷിസത്തിന് കടന്നു വരാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലും
വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ കൾച്ചറൽ ഫാഷിസം കേരളത്തിൽ വളർന്നു വരികയായിരുന്നു. അതിൻ്റെ ഫലങ്ങളാണ്, അനുരണനങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരിലും ഉയർന്ന ആളുകളിലും ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകളിലുമെല്ലാം അവരുടെ തലച്ചോറുകളെ ഫാഷിസം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക ആയിരുന്നു ഇന്നലകളിലെങ്കിൽ, ഇന്ന് അനുകൂലമായൊരു കേന്ദ്ര സർക്കാർ സാഹചര്യമുണ്ടായപ്പോൾ അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് കേരളത്തിലെ ഉദാഹരണം വെച്ചുകൊണ്ട് പറയുന്നത്, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചതുപോലെ UN-ന്റെ സഭകളിൽ പ്രസംഗിക്കുന്നതും ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കുന്നതും, അദ്ദേഹം വ്യത്യസ്തങ്ങളായ ഓർഡറുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രി എന്നുള്ള നിലക്ക് ഒപ്പിടുന്നതുമെല്ലാം അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്കാണ്, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്കാണ്. മഞ്ചേരിയുടെയും ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലക്കാണ്. അത് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ അദ്ദേഹം ഒരു പ്രതീകമാണ് എന്ന് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫാഷിസത്തിന് മാർഗങ്ങൾ പ്രശ്നമല്ല എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമാണ് എന്നാണ് ഒന്നാമതായി. ഒരു മനുഷ്യനും എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതാകുമോ എന്നെനിക്കറിയില്ല, ഒരു ബോധമുള്ള മൃഗവും സന്നദ്ധമാകാത്ത തോന്നിവാസമാണ് ചെയ്തത്. ബോധമുള്ളൊരു മൃഗവും. മനുഷ്യർക്ക് ബോധത്തിൻ്റെ ഉന്നതമായ തലമാണ് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ മരണപ്പെട്ട ഒരു ശരീരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി ശ്രമിക്കാൻ ബോധമുള്ളൊരു മൃഗവും സന്നദ്ധമാവില്ല. എന്നാൽ തങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ അതിലെ മാർഗം എത്ര നികൃഷ്ടമാണെങ്കിലും അത് പ്രശ്നമല്ല, ആ മാർഗം ന്യായീകരിച്ച് എന്നുള്ളൊരു തലത്തിലേക്ക് പോവുക, അത് ഫാഷിസത്തിൻ്റെ പ്രകടനമാണ്. ഇന്ന് മാത്രമല്ല എന്നും. ഇവിടെയാണ് ഫാഷിസത്തിൻ്റെ ആ സമയത്തുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും നമുക്ക് പ്രതീകങ്ങളായിത്തീരുന്നത്. മണിക്കൂറുകൾ മരണപ്പെട്ട ഒരു മനുഷ്യനെ ജീവനുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നടത്തിയ നാടകം, അതിനുവേണ്ടി ചെയ്ത തോന്നിവാസങ്ങൾ, ഇതെല്ലാം പ്രതീകങ്ങളാവുകയാണ്. യഥാർത്ഥത്തിൽ അവരാഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിലെ മുസ്ലിം എങ്ങനെയാകണം എന്നതിൻ്റെ പ്രതീകമാണത്. മുസ്ലിം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സാമ്രാജ്യത്വവും ഫാഷിസവുമെല്ലാം മുസ്ലിമിനെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അവർ പറയുക രണ്ട് രൂപത്തിലുള്ള മുസ്ലിമുണ്ട് എന്നാണ്. ഒന്ന് നല്ല മുസ്ലിമാണ്, ഒന്ന് ചീത്ത മുസ്ലിമാണ്. ഗുഡ് മുസ്ലിം ആൻഡ് ബാഡ് മുസ്ലിം. ചീത്ത മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിലും കർമ്മങ്ങളിലും
പ്രവർത്തനങ്ങളിലുമെല്ലാം ഇസ്ലാമിനെ കാണുന്ന മുസ്ലിമാണ്. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ പേരിനു വേണ്ടി ഇസ്ലാം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും എല്ലാ സാഹചര്യങ്ങളുമായും പൊരുത്തപ്പെടാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന മുസ്ലിമാണ്. അവൻ നമസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. നല്ല മുസ്ലിമിന് നമസ്കരിക്കാം, പക്ഷേ അയാളെ ബാറിലും കാണേണ്ടതുണ്ട്. അയാൾക്ക് നോമ്പ് പിടിക്കാം, പക്ഷേ അതോടൊപ്പം തന്നെ കാസിനോകളിലും അയാളുടെ സാന്നിധ്യം ഉണ്ടാകണം. അയാൾക്ക് ഹജ്ജ് ചെയ്യാം, പക്ഷേ അത് കഴിഞ്ഞു വന്നതിന് ശേഷം ഡാൻസ് പാർലറുകളിൽ അയാളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവൾക്ക് വേണമെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ ശരിയായ ഇസ്ലാമികമായ വസ്ത്രം സ്വീകരിക്കാം, പക്ഷെ വന്നതിന് ശേഷം തുണി അഴിച്ചിട്ടുകൊണ്ട് അവൾ ടെന്നീസ് കോർട്ടിൽ തൻ്റെ ശരീര വിടവ് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും കൃത്യമാണ് വേർതിരിവ്. അവിടെ നല്ല മുസ്ലിം, അവരുടെ വീക്ഷണത്തിലുള്ള നല്ല മുസ്ലിം, അത് യഥാർത്ഥത്തിൽ ഇസ്ലാം മരണപ്പെട്ട മുസ്ലിമാണ്. ആ ഇസ്ലാം മരണപ്പെട്ട മുസ്ലിമിനെ ഇസ്ലാമിൻ്റെ മിടിപ്പുള്ളതാക്കി അവതരിപ്പിച്ചുകൊണ്ട് അതാണ് യഥാർത്ഥത്തിൽ ജീവനുള്ള മുസ്ലിം എന്ന് വരുത്തി തീർക്കുകയാണ് സാമ്രാജ്യത്വവും ഫാഷിസവുമെല്ലാം ചെയ്യുക. അവിടെയും അഹമ്മദ് സാഹിബ് ഒരു പ്രതീകമാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അദ്ദേഹം ജീവിച്ചിരുന്നുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുക. ജീവിക്കുന്ന മുസ്ലിമിനെ, ജീവിക്കുന്ന അഹമ്മദ് സാഹിബിനെ, ജീവിക്കുന്ന യഥാർത്ഥത്തിലുള്ള മുസ്ലിം പ്രാതിനിധ്യത്തെ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യുകയാണ് ഇവിടെ. അതേസമയം ജീവിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു വ്യക്തിത്വത്തെ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ ഒരുമിച്ച് ചേർക്കുകയും ആ പണ്ഡിതന്മാരുടെ നടുവിൽ വെച്ച് തങ്ങൾക്ക് ബൈഅത്ത് ചെയ്യുകയും ചെയ്ത പണ്ഡിതന്മാർ, അവർ ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല എന്ന് വരുന്നത്. ആ പണ്ഡിതന്മാരുടെ സ്വകാര്യതകളിൽ അവർക്ക് ആവശ്യമായതെല്ലാം എത്തിച്ചു കൊടുക്കാൻ ഫാഷിസം ഒരുക്കമാണ്. പക്ഷേ ഫാഷിസത്തിൻ്റെ മാർഗത്തിൽ മാർഗതടസ്സം സൃഷ്ടിക്കുവാൻ അത്തരം ആളുകൾ സന്നദ്ധമാകരുത് എന്ന് മാത്രം. അത്തരക്കാരെ പൂവിട്ട് പൂജിക്കുവാൻ ഫാഷിസം ഒരുക്കമാണ്. അവർക്കാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ ഒരുക്കമാണ്. അവരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഒരുക്കമാണ്. അവർക്ക് പറ്റുന്ന രൂപത്തിൽ മതത്തെ മധുരമുള്ളതായി അവതരിപ്പിക്കാൻ ഒരുക്കമാണ്. പക്ഷേ അവർ ഫാഷിസത്തിൻ്റെ വളർച്ചയിൽ, ഫാഷിസത്തിൻ്റെ ചെയ്തികളിൽ, ഫാഷിസത്തിൻ്റെ ക്രൂരതകളിൽ അവരോടൊപ്പം നിൽക്കണം. ഇത് എക്കാലഘട്ടത്തിലും ഉണ്ടായതാണ്. ജർമ്മനിയിലും ഇറ്റലിയിലുമെല്ലാം ഉണ്ടായതാണ്. അതുതന്നെ ഇവിടെയും സംഭവിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിലേക്ക് ഫാഷിസം എത്തിയ രീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവയെല്ലാം അവരുടെ മനഃശാസ്ത്രത്തിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അവിടെ മരണപ്പെട്ട ഒരു മനുഷ്യനെ ജീവനുള്ളതാക്കി അവതരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് ശ്രമിക്കുന്നത് പോലെ അവർ തന്നെ കൊന്ന മുസ്ലിമിനെ, അവരുടെ വീക്ഷണത്തിൽ അവർ കൊലപ്പെടുത്തിയ യഥാർത്ഥ ഇസ്ലാം നശിച്ചു പോയ മുസ്ലിമിനെ, ഇസ്ലാമിൻ്റെ ആത്മാവെടുത്ത് കളഞ്ഞ മുസ്ലിമിനെ
ആ പ്രതീകവൽക്കരിച്ച മുസ്ലിമിനെ ജീവനുള്ളതായി അവതരിപ്പിച്ച് ആ ജീവനാണ് യഥാർത്ഥത്തിലുള്ള ജീവൻ എന്ന് വരുത്തി തീർത്ത് മുന്നോട്ട് പോവുക തങ്ങളുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് എന്നതാണ് ഫാഷിസത്തിന്റെ സ്റ്റൈൽ. ഇന്ത്യയിൽ ഫാഷിസ്റ്റ് വിരുദ്ധതയുടെ രീതിശാസ്ത്രം നമ്മൾ അവിടെ പ്രതീകമായി കണ്ടു. അവിടേക്ക് ഈ ക്രൂരത നടന്ന സന്ദർഭത്തിൽ ഓടിയെത്തുന്നത് സോണിയാഗാന്ധിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അവരുടെ രോഗ പ്രയാസങ്ങളെ പരിഗണിക്കാതെ അവിടെ ഓടിയെത്തി അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് വേണ്ടി അതിശക്തമായി ശബ്ദിക്കുന്ന സോണിയാഗാന്ധി മറ്റൊരു പ്രതീകമാവുകയാണ്. ഫാഷിസത്തിനെതിരെ പോരാട്ടം അത് ആയുധങ്ങളിലൂടെയാകണമെന്ന് പറയുന്നവർക്ക് അത് ഫാഷിസം ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുവോ അതേ മാർഗങ്ങളിലൂടെയാകണം തിരിച്ചടി എന്ന് പറയുന്നവർക്ക് ഉള്ള മറുപടി കൂടിയാണത്. ഇന്ത്യയിലെ മതനിരപേക്ഷ സമൂഹത്തെ സമുദായത്തിൻ്റെ സംരക്ഷകരാക്കി തീർക്കാൻ കഴിയുക എന്നതാണ് ഫാഷിസത്തെ പ്രതിരോധിക്കുവാനുള്ള ഒരേ ഒരു മാർഗം. മുസ്ലിം ലീഗ് ചെയ്തത് അതാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി, ഇന്ത്യയിലെ മുസ്ലിമിൻ്റെ പ്രതിനിധി, ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധി ഇന്ത്യ എന്ന വലിയ രാജ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം എന്നൊരു കൊച്ചു പ്രദേശത്തെ ഒരു ചെറിയ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധി, അദ്ദേഹം കടന്നു വരുന്ന വഴികൾ വലുതും ചെറുതുമെല്ലാം ഉണ്ടാകാം. പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹം ഈ പ്രാതിനിധ്യങ്ങളാണ്. ആ പ്രാതിനിധ്യങ്ങൾ മൊത്തത്തിൽ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമാണ്. അങ്ങനെയുള്ള ഒരാൾ, അയാളുടെ മൃതശരീരം ഈ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടെ സംസാരിക്കാൻ, ഒച്ചവെക്കാൻ കടന്നു വരുന്നത് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായി തീരുക എന്നത് ഇന്ത്യയെക്കുറിച്ച്, ഭാവി ഇന്ത്യയെക്കുറിച്ച്, അവിടെ മുസ്ലിമിൻ്റെ ദൗത്യത്തെക്കുറിച്ച്, മുസ്ലിം ലീഗ് നയിച്ചു വന്ന ദൗത്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പൂർണ്ണതയെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ വിഷയത്തിലുള്ള അറിവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹം ചോദിക്കാനിരുന്ന ചോദ്യം പോലും ഒരു പ്രതീകമായി തീരുകയാണ്. നമ്മൾ വായിച്ചതാണ്. കേരളത്തിലെ ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ശബരിമല. ആ ശബരിമലയെക്കുറിച്ച്, ശബരിമലയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റേഷനെ കുറിച്ച്, അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എയർപോർട്ടിനെ കുറിച്ച് ഉള്ളതായിരുന്നു അഹമ്മദ് സാഹിബ് ചോദിക്കാനിരുന്ന അവസാനത്തെ ചോദ്യം. പക്ഷെ ആ ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ വായിച്ചതാണ് പത്രത്തിൽ. ഇന്ത്യയിലെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം, ആ മുസ്ലിം പ്രതിനിധി എപ്പോഴും മതനിരപേക്ഷതയോടൊപ്പമായിരിക്കുന്ന എന്ന വലിയ സന്ദേശം, ആ സന്ദേശത്തിന് വലിയ വിലയുണ്ട്. ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും
പ്രതിനിധിയായി തീരുകയാണ്. മുസ്ലിം അവരുടെ മൊത്തത്തിലുള്ള പ്രതിനിധിയായി ജനാധിപത്യ പ്രക്രിയ ഉപയോഗിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ന വലിയ സന്ദേശം, ആ സന്ദേശമാണ്, ആ സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ് മഹാനായ അഹമ്മദ് സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഫാഷിസത്തെ നമ്മൾ തിരിച്ചറിയുകയും അതിൻ്റെ മാർഗങ്ങൾ മനസ്സിലാക്കുകയും ആ മാർഗങ്ങളിൽ മതനിരപേക്ഷ സമൂഹത്തെ കൂടെ നിർത്തി പ്രതിരോധത്തിന് ശ്രമിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഫാഷിസത്തിൻ്റെ ക്രൂരമായ പീഡനങ്ങളാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും രാജ്യത്തിൻ്റെ സംസ്കാരവും തകർന്നിടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കേവലം ഒരു മുസ്ലിം പ്രശ്നമല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധകരെ വേട്ടയാടലാണെങ്കിലും മുസ്ലിം സ്ഥാപനങ്ങളെ തകർക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണെങ്കിലുമെല്ലാം അവയെ ചെറുതാക്കി നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളിൽ വ്യക്തികളുടെ പ്രശ്നമായി, സംഘടനകളുടെ പ്രശ്നമായി, പ്രദേശത്തിൻ്റെ പ്രശ്നമായി, സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളായി നമ്മുടെ തലച്ചോറുകൾക്കകത്തേക്ക് കടത്തിവിടാൻ പറ്റ രൂപത്തിൽ ഫാഷിസത്തിൻ്റെ മെഗാഫോണുകളായ മീഡിയകൾ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇക്കാലഘട്ടത്തിലെ ഏറ്റവും വിരുദ്ധമായ ആശയങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് 7 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിക്കാനുള്ളത് അവിടുത്തെ മീഡിയകളാണ്, അവിടുത്തെ പൊതുസമൂഹമാണ്. ഇന്നും ഇന്നലെയുമെല്ലാം നമ്മൾ കണ്ടതാണ് തങ്ങളുടെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ പൊതുസമൂഹം എയർപോർട്ടുകളിലെത്തി പാട്ടും പാടി സ്വീകരിക്കുന്ന കാഴ്ച. അതേസമയം ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതി വ്യത്യസ്തമാവുകയാണ്. ഇന്ത്യയിൽ ഫാഷിസത്തിൻ്റെ ഏറ്റവും വലിയ പാദസേവകരായി മീഡിയ മാറുന്ന ഒരവസ്ഥാവിശേഷമാണ് നമ്മൾ കാണുന്നത്. ജനാധിപത്യത്തിൻ്റെ 3ാം കണ്ണാണ് മീഡിയ എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഫാഷിസത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായി തീരുകയാണ് മീഡിയ. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമോഫോബിയ വളരെ സമർത്ഥമായ രൂപത്തിൽ ഇന്ത്യൻ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതി അവിടെയായിരുന്നില്ല. എന്നാൽ ആ സമയത്തെല്ലാം സാംസ്കാരിക ഫാഷിസം കേരളത്തിലെ ക്രീമിൻ്റെ, ഉദ്യോഗസ്ഥരുടെ, ഉയർന്നവരുടെ തലച്ചോറിനെ മെല്ലെ മെല്ലെ കീഴടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫാഷിസത്തിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ പറയുക, രാഷ്ട്രീയ ഫാഷിസത്തെക്കാൾ അപകടകാരിയാണ് സാംസ്കാരിക ഫാഷിസം എന്നാണ്. കേരളം ഇന്ന് തല താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് സാംസ്കാരിക ഫാഷിസത്തിൻ്റെ മുന്നിലാണ്. നാം തലമുറകളായി സംരക്ഷിച്ചു പോന്ന മൂല്യങ്ങൾ, കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമെല്ലാം തലമുറകളായി സംരക്ഷിച്ചു പോന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ മുഴുവനുമാണ് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത്. ഇത് കേവലം ഭരണഘടനയുടെ പ്രശ്നമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ നാഗരികതയുടെ, നമ്മുടെ ചരിത്രത്തിൻ്റെ പ്രശ്നമാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക് ദീനാറും കൂട്ടരും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കേരളത്തിൻ്റെ കടലോരങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ. ഇസ്ലാം സ്വീകരിച്ചു വന്ന ആളുകളെ പരിശീലിപ്പിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഹിന്ദു രാജാക്കന്മാർ.
കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഒരു ഇസ്ലാമിക ഗ്രന്ഥം, ഒരു മുസ്ലിം പണ്ഡിതൻ എഴുതിയ ഒരു ഇസ്ലാമിക ഗ്രന്ഥം, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദിന്റെ പ്രമേയം ഹിന്ദുവായ സാമൂതിരിയുടെ പിന്നിൽ അണിനിരന്ന് സാമൂതിരിയുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, സാമൂതിരിയുടെ അധികാരം സംരക്ഷിക്കാൻ പടപൊരുതുവാനുള്ള ആഹ്വാനമാണ് പോർച്ചുഗീസുകാർക്ക്. ഇതാണ് കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെ ചരിത്രം അതാണ്. അവിടെ നിന്നുണ്ടാകുന്നതാണ് നമ്മുടെ ബഹുസ്വരതയുടെയും മതനിരപേക്ഷതയുടെയും നൂലിഴകൾ. അതാണ് വളരെ സമർത്ഥമായി തകർക്കപ്പെടുന്നത്. അതിന് നിമിത്തമായി മതപ്രബോധകരെ ഉപയോഗപ്പെടുത്തും, അതിന് നിമിത്തമായി സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തും. ഞാനല്ലല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ നാളെ ഞാനാണ് ആകാനിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതിരുന്നാൽ, അഹമ്മദ് സാഹിബിനെ ചെയ്തതുപോലെ അവർ മരിച്ചതിന് ശേഷം ജീവനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയാണ് സമുദായത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുക. അവിടെ ഈ സമൂഹത്തിൽ എവിടെ സംഭവിക്കുമ്പോഴും എൻ്റേതാണ് ആ പ്രശ്നമെന്ന് തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സംഘടനകളുടെ ബാഹുല്യമോ സംഘടനകളിലെ അംഗത്വമോ അത് കാണാതിരിക്കുന്നതിന് നമുക്ക് നിമിത്തമായി കൂടാ. പലപ്പോഴും എനിക്കല്ലല്ലോ, എൻ്റെ സംഘടനക്കല്ലല്ലോ, എൻ്റെ സ്ഥാപനത്തിനല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കാൻ കഴിയുന്നിടത്ത് ഫാഷിസവും അവരുടെ മെഗാഫോണുകളായ മീഡിയയും വിജയിക്കുന്നു. അവിടെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കേരളത്തിൽ ഭീതിയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, വളരെ പച്ചയായ ഭീതി. അവിടെയാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പ്രസക്തമാകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോണിയാഗാന്ധി പ്രതീകമാകുന്ന അവസ്ഥാവിശേഷമെന്ന് ഞാൻ സൂചിപ്പിച്ച കാര്യം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇത് ഒരു സംഭവമല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറെ പ്രയാസപ്പെട്ട സന്ദർഭമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ശരീഅത്ത് വിവാദത്തിൻ്റെ കാലഘട്ടം. ആ സന്ദർഭത്തിൽ ശരീഅത്ത് വിവാദത്തിന് ഒടുക്കം കുറിച്ചത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ബില്ല് പാസാക്കിയെടുത്തുകൊണ്ടാണ്. ആ ബില്ല് പാസാക്കാൻ ജി എം ബനാത്വാല എന്ന് പറയുന്ന നമ്മുടെ പൊന്നാനിയുടെ പ്രതിനിധി പാർലമെന്റിന്റെ മതിലുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് വിട്ടുകൊടുത്ത സന്ദർഭത്തിൽ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വിപ്പ് കൊടുത്തുകൊണ്ടാണ് പാതിരാത്രി വരെ കോൺഗ്രസ് എംപിമാരെ പാർലമെന്റിലിരുത്തി ആ ബില്ല് പാസാക്കിയത് എന്ന് ചരിത്രമാണ്. എങ്ങനെയാണ് മതനിരപേക്ഷ സമൂഹത്തെ സമുദായത്തിൻ്റെ ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന മുസ്ലിം ലീഗ് പഠിപ്പിച്ച പാഠത്തിൻ്റെ ചരിത്രം. ആ ചരിത്രം വീണ്ടും പ്രസക്തമാവുകയാണ്. ആ ചരിത്രത്തിന് പുതിയ കാലഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ തിരിച്ചറിയാൻ, ഫാഷിസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം മനസ്സിലാക്കാൻ, ആ മുഖത്തിന് പറ്റുന്ന രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ തീർക്കാൻ, അതിനെല്ലാമുള്ള പ്രതീകമായി മഹാനായ ഇ അഹമ്മദ് സാഹിബിൻ്റെ മരണം മാറുകയാണ്. ഇവിടെയാണ് ആ മരണം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾക്ക് ഇ അഹമ്മദാകാൻ കഴിയുമോ എന്ന ചോദ്യം. നിങ്ങൾക്ക് ഈ അഹമ്മദാകുവാൻ സാധിക്കുമോ എന്ന ചോദ്യമാണത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മരിക്കാം. ജീവനുണ്ട് എന്ന് തോന്നിപ്പിക്കുവാൻ വേണ്ടി
യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് സ്പന്ദിപ്പിക്കാം. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ കാലങ്ങളോളം ജീവിച്ചെന്നിരിക്കും, പക്ഷേ അതിന് ജീവന്റെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല. അല്ല, നിങ്ങൾ ജീവിക്കാനാണ് ഒരുക്കമെങ്കിൽ, നിങ്ങൾക്ക് ജീവിക്കാനാണ് നിങ്ങൾ സന്നദ്ധമെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷേ UN-ന്റെ ഉയർന്ന കസേരകൾ വരെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവിടേക്ക് കയറാൻ ചുവന്ന പരവതാനി മാത്രമല്ല ഉണ്ടാവുക. അവിടേക്ക് കയറാൻ ചിലപ്പോൾ ആരോപണങ്ങളുടെ വലിയ കൂരമ്പുകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കും. അതല്ലെങ്കിൽ ത്യാഗങ്ങളുടെ, പ്രയാസങ്ങളുടെ ദിവസങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നേക്കും. പക്ഷേ അതിന് നിങ്ങൾ സന്നദ്ധമല്ലെങ്കിൽ നിങ്ങൾക്ക് മരിക്കാം. നിങ്ങൾക്ക് നല്ലൊരു മെഷീൻ കൊണ്ടുവരാം. ആ മെഷീനിന് നിങ്ങൾക്ക് പേരിടാം. അന്താരാഷ്ട്ര എന്ത് സമ്മേളനമെന്നും പേരിടാം. അങ്ങനെ ആ മെഷീൻ ഉപയോഗിച്ച് ജീവനുണ്ട് എന്ന് തോന്നിപ്പിക്കാം. പക്ഷെ അതിന് ജീവനുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ജീവിക്കാനാണ് ഒരുക്കമെങ്കിൽ, നട്ടല്ലോ നീ നിവർത്തി നിന്നുകൊണ്ട്, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, അവകാശ സംരക്ഷണത്തിൻ്റെ മാർഗത്തിലൂടെ പോയിക്കൊണ്ട്, അതോടൊപ്പം തന്നെ ഞാൻ മുസ്ലിമാണ് എന്ന കാര്യത്തിൽ അഭിമാനത്തോടു കൂടി നിൽക്കുവാനാണ് നിങ്ങൾ സന്നദ്ധമെങ്കിൽ, തീർച്ചയായും ഇന്ത്യയിൽ അതിനേ സാധ്യതയുള്ളൂ, അതിനല്ലാതെ സാധ്യതയില്ല. ഇന്ത്യയിലെ പൊതുസമൂഹത്തെ കൂടി നമ്മുടെ അസ്തിത്വ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന വലിയ പ്രത്യയശാസ്ത്രപരമായ ദൗത്യം നമ്മളിൽ അവശേഷിപ്പിച്ച് മടങ്ങിപ്പോയ അഹമ്മദ് സാഹിബിന് അള്ളാഹു അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതേ പാതയിലൂടെ നടന്നു പോകാൻ, ആ പാതയിലെ കല്ലുകളും മുള്ളുകളും പ്രശ്നമാക്കാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.